അമേരിക്കയിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുത്ത വിദേശ വിദ്യാർത്ഥികളുടെ വീസകൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കിയേക്കുമെന്ന് വൈറ്റ് ഹൌസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ജൂതവിരുദ്ധതയെ ചെറുക്കുന്നതിനും പലസ്തീൻ അനുകൂല സമരങ്ങളിൽ പങ്കെടുത്ത പൗരന്മാരല്ലാത്ത കോളേജ് വിദ്യാർത്ഥികളെയും യുഎസിൽ താമസിക്കുന്ന മറ്റ് വിദേശികളെയും നാട് കടത്തുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെക്കുമെന്ന് ഉദ്യോഗസ്ഥൻ അറിയിച്ചു. 2023 ഒക്ടോബർ 7 പലസ്തീനിലെ ഇസ്ലാമിക സംഘടനയായ ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിന് ശേഷം നമ്മുടെ ക്യാമ്പസുകളിലും തെരുവുകളിലും യഹൂദ വിരുദ്ധതയുടെ സ്ഫോടനം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ഭീകരവാദ ഭീഷണികൾ, തീവയ്പ്, നശീകരണ പ്രവർത്തനങ്ങൾ, അമേരിക്കൻ ജൂതന്മാർക്കെതിരായ അക്രമങ്ങൾ എന്നിവ നടത്തിയവർക്കെതിരെ നീതിന്യായ വകുപ്പ് ഉടനടി നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി എല്ലാ ഫെഡറൽ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുമെന്നും ട്രംപ് പറയുകയായിരുന്നു. ജിഹാദി അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത എല്ലാ വിദേശ പൗരന്മാരെയും 2025 ആകുമ്പോൾ നാട് കടത്തുകയും കണ്ടുകടത്തുകയും ചെയ്യുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം തീവ്രവാദത്താൽ കോളേജ് ക്യാമ്പസുകൾ നിറഞ്ഞിരിക്കുന്നു. ഇവിടങ്ങളിൽ നിന്നുള്ള എല്ലാ ഹമാസ് അനുഭാവികളുടെയും വിദ്യാർത്ഥി വീസകൾ ഞാൻ വേഗത്തിൽ റദ്ദാക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഹമാസിന്റെ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണവും അതിന് പിന്നാലെ ഇസ്രായേൽ നടത്തിവന്ന യുദ്ധത്തിന്റെയും പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം മാസങ്ങളോളം യുഎസിലെ കോളേജ് ക്യാമ്പസുകളിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. യുഎസിൽ ജൂതവിരുദ്ധതയും അറബ് വിരുദ്ധതയും ഇസ്ലാമോഫോബിയ സംഭവങ്ങളും വർദ്ധിച്ചു വരുന്നതായും വിവിധ മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. ജൂതവിരുദ്ധതയ്ക്കെതിരെ പോരാടാൻ സഹായിക്കുന്ന എല്ലാ ക്രിമിനൽ സിവിൽ ഉദ്യോഗസ്ഥരെയും കുറിച്ചുള്ള വിവരങ്ങൾ ഏജൻസിയും വകുപ്പ് തലവന്മാരും വൈറ്റ് ഹൌസിന് 60 ദിവസത്തിനുള്ളിൽ കൈമാറണമെന്ന് ഉത്തരവിൽ ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ യുഎസിലെ നിയമങ്ങൾ ലംഘിക്കുന്ന വിദേശികളെ നാട് കടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമെന്ന് ഉത്തരവ് കൂട്ടിച്ചേർക്കുന്നു. പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ വസ്തുവകകൾ നശിപ്പിച്ചതായും ഭീഷണിപ്പെടുത്തിയതായും ജൂത വിദ്യാർത്ഥികളെ ക്ലാസുകളിൽ പങ്കെടുക്കുന്നത് തടഞ്ഞതായും സിനഗോഗുകളിൽ പ്രാർത്ഥനയ്ക്കെത്തിയവരെ ആക്രമിച്ചതായും സ്മാരകങ്ങളും പ്രതിമകളും നശിപ്പിച്ചതായും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം പലസ്തീൻ അനുകൂല പ്രതിഷേധത്തിൽ പങ്കെടുത്ത നിരവധി ആളുകൾ തങ്ങൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നില്ലെന്നും ജൂതവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഗാസയിൽ 47,000 പേർ കൊല്ലപ്പെട്ട ഇസ്രായേലിന്റെ സൈനിക ആക്രമണത്തിനെതിരെ പ്രതിഷേധം നടത്തുക എന്നത് മാത്രമാണ് ചെയ്യുന്നതെന്നും അവർ വ്യക്തമാക്കി. യഹൂദ വിരുദ്ധതയെ ചെറുക്കുന്നതിന്റെ മറവിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അതുപോലെ പലസ്തീൻ മാനവികതയ്ക്കും നേരെ ട്രംപ് ഭരണകൂടം ആക്രമണം നടത്തുകയാണെന്ന് മുസ്ലിം സംഘടനയായ കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് ആരോപിച്ചു. ബുധനാഴ്ച പുറത്തിറക്കിയ ഉത്തരവ് സത്യസന്ധമല്ലാത്തതും അതിരു കടന്നതും നടപ്പിലാക്കാൻ കഴിയാത്തതുമാണെന്ന് അവർ പറയുന്നു. ഹമാസ് അനുകൂല വിദ്യാർത്ഥികളുടെ വീസ റദ്ദാക്കുമെന്നും അതുപോലെ നാട് കടത്തുമെന്നും യുഎസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു.